നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാനെത്തിയ ഷാഫി പറമ്പിൽ എം പി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ച കേരളം കണ്ടതാണ്. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ആണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണം ആരായാനെത്തിയ മാധ്യമങ്ങൾക്കാണ് ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് ഒരു പ്രതികരണം നടത്തിയത്. തിരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എം പി. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ മറയ്ക്കാനാണ് മുഖ്യമന്ത്രി രാഹുൽ വിഷയം ഉന്നയിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ എം പിയുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിന് സമാനമായ പരാതികൾ പാർട്ടിക്കുള്ളിൽ വന്നപ്പോൾ CPIM മുഖ്യമന്ത്രിയും എന്താണ് ചെയ്തത് എന്ന ഷാഫി പറമ്പിലിന്റെ ചോദ്യം, കൂരമ്പ് നിറച്ച ചോദ്യത്തിന് മറുപടിയില്ലാതെ നിൽക്കുകയാണ് ഏവരും. മുഖ്യമന്ത്രി ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നോക്കണം, എന്നിട്ട് വേണം കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ ഉപദേശിക്കാനെന്നും ഷാഫി പറമ്പിലിന്റെ വിമർശനം. പത്മകുമാറിനെതിരെ പാർട്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന ഷാഫിയുടെ ചോദ്യത്തിനും മറുപടിയില്ല. രാഹുൽ വിഷയത്തിൽ ഒരു പാർട്ടി എന്ന നിലയിൽ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, അത് മറ്റൊരു പാർട്ടിയും ചെയ്തിട്ടില്ല എന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാവുന്നതിനെ മുഖ്യമന്ത്രി ഭയക്കുകയാണെന്നും ഷാഫിയുടെ ആരോപണം. ജനങ്ങൾ തീരുമാനിച്ച അജണ്ട ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്നും അത് ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി ഭയക്കുന്നതിനാലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉന്നയിക്കുന്നതുമെന്നുമായിരുന്നു ഷാഫി പ്രതികരിച്ചത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പ്രതികരണം ഷാഫി നടത്തിയത്. പാലക്കാട്ടെ ഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുകയാണ്. പാർട്ടിക്കകത്തെ തർക്കം ഭരണത്തെ അടക്കം ബാധിക്കുന്ന തലത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു. അധികാരത്തിലെത്താൻ BJP എന്തൊക്കെ പറഞ്ഞോ അതേ അവസ്ഥയാണ് ഇപ്പോഴും. പാലക്കാട്ടെ ജനങ്ങൾ UDFന് അനുകൂലമായി വിധി എഴുതുമെന്നും ഷാഫിയുടെ പ്രതികരണം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, അതുപോലെ തന്നെ കേസ്, ഒളിവ്, ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. കേസ് നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും അതിന് രാഹുലുമായി അടുപ്പമുള്ള നേതാക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒരു തരത്തിലുമുള്ള തടസ്സമുണ്ടാവില്ല എന്നും ഷാഫി പറമ്പിൽ നേരത്തെയും പ്രതികരിച്ചിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. അതിൽ പാർട്ടിയോ രാഹുലുമായി വ്യക്തിപരമായി അടുപ്പമുള്ള നേതാക്കളോ ഇടപെടില്ല. കാര്യങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. രാഹുലിനെതിരെ ഒരു ആരോപണം വന്നു എന്നത് കോൺഗ്രസിന്റെ യുവ നേതൃനിരയെ മുഴുവനായും ബാധിക്കില്ല എന്നും ഷാഫി പറമ്പിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഭിന്നാഭിപ്രായം സംബന്ധിച്ചും ഷാഫി അഭിപ്രായം വ്യക്തമാക്കി. ഓരോരുത്തരും പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമാണ്, അതൊന്നും പാർട്ടിയുടെ തീരുമാനത്തെ ബാധിക്കില്ല എന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. എല്ലാവരും വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്, അതൊന്നും തന്നെ പാർട്ടിക്ക് കൃത്യമായ നടപടി എടുക്കുന്നതിന് തടസ്സമാകില്ല. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പാർട്ടിയെ പിന്തിരിപ്പിക്കാൻ ഇത്തരം അഭിപ്രായങ്ങൾക്ക് സാധിക്കില്ല. രാഹുലുമായി അടുപ്പമുള്ള തന്റെ വാക്കുകൾ പോലും പാർട്ടി അവിടെ മുഖവിലേക്ക് എടുത്തു എന്ന് വരില്ല എന്നും ഷാഫി പറമ്പിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ മറയ്ക്കാനാണ് മുഖ്യമന്ത്രി രാഹുൽ വിഷയം ഉന്നയിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോൾ കോൺഗ്രസ് ഒന്നടങ്കം, അതായത് എല്ലാ നേതാക്കന്മാരും ഈ ഒരു വിഷയം തന്നെയാണ് സർക്കാരിനെ പ്രതിരോധിക്കാനായി ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റുക എന്ന ലക്ഷ്യം CPMന് ഈ വിഷയത്തിലൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിടികൂടാൻ പോലീസിന് സാധിക്കും, വളരെ വേഗത്തിൽ സാധിക്കും. മുഖ്യമന്ത്രിക്ക് അറിയാം, അതുപോലെ പോലീസിനും അറിയാം രാഹുൽ എവിടെയാണെന്ന്. പക്ഷേ ആരും പിടികൂടാത്തത് അല്ലെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ വിഷയം തള്ളിക്കൊണ്ടു പോവുക എന്ന നീക്കത്തോടെയാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് കടക്കാതെ അന്വേഷണ സംഘം ഒളിച്ചു കളിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളൊക്കെ നേരത്തെ ശക്തമായിരുന്നു. തിരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെങ്കിലും ജനങ്ങൾ തീരുമാനിച്ച അജണ്ട ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്നും അത് ചർച്ചയാകുന്നത് മുഖ്യമന്ത്രി ഭയക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിരുന്നു. പത്മകുമാറിനെതിരെ പാർട്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന ഷാഫിയുടെ ചോദ്യത്തിന് ഉത്തരം പോലും ഇല്ലാതെ നിൽക്കുകയാണ് ഏവനും. പാലക്കാട് നഗരസഭയിലെ 27ാം വാർഡിലായിരുന്നു ഷാഫി പറമ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുൻ വർഷങ്ങളേക്കാൾ മുന്നേറ്റം UDFനുണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാലക്കാട്ടെ ഭരണങ്ങൾ ജനങ്ങൾ മടുത്തിരിക്കുന്നത് കൊണ്ട് ജനങ്ങൾ UDFന് അനുകൂലമായി വിധി എഴുതുമെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. പലയിടത്തും BJP CPIM സഖ്യമുണ്ടെന്നും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ചയാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് നേരത്തെ അതിൽ നടപടി എടുത്തു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണെന്നും ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. പാലക്കാട് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞത് നഗരസഭയുടെ പോരായ്മകളും വീഴ്ചകളുമാണ്.
ജനങ്ങൾക്കിടയിൽ ചർച്ചയായതും ജനങ്ങൾ ഗൗരവകരമായി എടുക്കുന്നതും ആ വിഷയങ്ങൾ തന്നെയാണ്. രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം അവർ ചർച്ചയ്ക്ക് എടുക്കില്ല, അത് ഗൗരവമായിട്ട് ജനങ്ങൾ എടുക്കില്ല എന്നടക്കമുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് കോൺഗ്രസ് ആയിരിക്കുന്നത്. എന്തായാലും ശബരിമല വിഷയം ഉന്നയിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ സർക്കാരിനെ അതിരൂക്ഷമായി നേരിടുകയാണ് കോൺഗ്രസ്. അതേസമയം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയത്. രാഹുൽ വിഷയത്തിൽ വീണ്ടും പ്രതികരണം ആരായാൻ ശ്രമിച്ച മാധ്യമങ്ങളോടായിരുന്നു ഷാഫിയുടെ പ്രതികരണം. അതായത് ഒരിക്കൽ താൻ ആ വിഷയത്തിൽ ഒരു മറുപടി പറഞ്ഞതാണ്, ഇനി എപ്പോഴും അതിൽ ഒരു കാര്യം ആ വിഷയത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. രാഹുൽ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. അതിനേക്കാളും പ്രധാനമായ വിഷയങ്ങളുണ്ട്. KPCC പ്രസിഡന്റ് തന്നെയാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നടപടി സ്വീകരിച്ചത്. പാർട്ടി എന്ന നിലയിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുണ്ട്. രാഹുൽ തന്നെ ചർച്ചയാകണമെന്നത് പിണറായിയുടെ അജണ്ടയായിരുന്നു. മറ്റു വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. അജണ്ട നടപ്പാക്കിയ ശേഷം മുഖ്യമന്ത്രി കോൺഗ്രസിനെ പഴിചാരുകയാണ്. പിണറായി വിജയൻ രാഹുൽ വിഷയം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇടതും വലതും ഒക്കെ നോക്കണം. ആ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് ഇത്തരത്തിൽ തെറ്റ് ചെയ്തവർ. എന്നിട്ട് വേണം മുഖ്യമന്ത്രി കോൺഗ്രസിന് ഇക്കാര്യങ്ങൾ ഉപദേശിക്കാൻ വരാൻ. അതീവ ഗൗരവകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാൻ പത്മകുമാറിനെ പോലുള്ളവർ ഇപ്പോഴും പാർട്ടിയിൽ തുടരുകയാണ്. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഈ ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ലേ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് പ്രവർത്തകന് BJP പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. ആ വിഷയത്തിലും ഷാഫി പ്രതികരിച്ചു. ഒരു ചെറുപ്പക്കാരന്റെ കണ്ണ് കല്ലെറിഞ്ഞ് കളഞ്ഞിരിക്കുകയാണ്. ഒരു ന്യായീകരണമില്ലാത്ത കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പരാജയ ഭീതി ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്നും ഇതിനു മുന്നേ CPM പ്രവർത്തകർ അവരുടെ വാഹനം തല്ലി തകർക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണമുണ്ടെന്നും ഷാഫി പറമ്പിൽ ആഞ്ഞടിച്ചു. BJP പ്രവർത്തകർ ആക്രമണം നടത്തിയിരിക്കുന്നു, ഒരു ചെറുപ്പക്കാരനെ കണ്ണ് കളഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് രംഗത്തെ പരാജയത്തെ ഇവർ മുൻകൂട്ടി കാണുകയാണ്. എന്തായാലും UDFന് അനുകൂലമായ വിധിയുണ്ടാകും. ന്യായീകരിക്കാനാകാത്ത വിശദീകരണങ്ങളാണ് അവർ നൽകുന്നത്. ഇവർക്ക് വോട്ട് അധികം നേടാനാകില്ല എന്ന കാര്യം ഇവർ മനസ്സിലാക്കിയതോടെ ആക്രമണത്തിലൂടെ നേരിടാൻ ശ്രമിക്കുകയാണ്. UDF പ്രവർത്തകർക്കെതിരെയും UDF സ്ഥാനാർത്ഥികൾക്കെതിരെയും അവർ ആക്രമണം നടത്തി ദേഷ്യം തീർക്കുകയാണ്, പക തീർക്കുകയാണ്. അക്രമം ഉണ്ടായാലും അത് സംരക്ഷിക്കാൻ പോലീസ് അതിന് തലപ്പത്തുണ്ട്, മുഖ്യമന്ത്രി അതിന് തലപ്പത്തുണ്ട്. പേരാമ്പ്ര സംഘർഷമൊക്കെ ജനങ്ങൾക്കറിയാം. മുഖ്യമന്ത്രി സംരക്ഷണം ഒരുക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.